ഉദാഹരണത്തിലുള്ള സ്റ്റാൻഡൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമല്ലേ. അതായത് ഇതിൻ്റെ പിന്നിലിപ്പോൾ പ്രവർത്തിച്ച പ്രതിയെ കിട്ടി. ആ പ്രതിയുടെ ഫോൺ കോൾ ഉൾപ്പെടെ പരിശോധിച്ചാൽ ഇതിൻ്റെ പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉൾപ്പെടെ എന്താണ് എന്നുള്ളത് വ്യക്തത വരും. ആ വ്യക്തത വരുത്തണം എന്നാണ് ഞാൻ പറഞ്ഞത്. വന്യജീവി ആക്രമണവും കാര്യമൊന്നും ഇത് കൂട്ടിക്കൊടുക്കേണ്ട കാര്യമില്ല. അത് സ്വാഭാവികം, അതാണ് രാഷ്ട്രീയം. അല്ലാണ്ട് അവിടെ ഒരു സംഭവം നടന്ന ഉടനെ തന്നെ ഇവിടെ വിജയരാഘവൻ ഉൾപ്പെടെയുള്ളവർ സഞ്ചരിച്ച വാഹനം തടയേണ്ട കാര്യം എന്താ ഉള്ളത്? അത് ബോധപൂർവമാണ്. ഒന്നും കിട്ടാതിരിക്കുമ്പോൾ ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു ദുരന്തം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു രാഷ്ട്രീയമായ മറുപടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നൽകാൻ സാധിക്കുന്നില്ല. അവർക്ക് സാധിക്കുന്നില്ല. ഒരു കാര്യവും പറയാൻ പറ്റുന്നില്ല. ഒരു കാര്യം ഉന്നയിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ വീണ് കിട്ടിയ ഒരു അവസരം പോലെ ഇമാതിരിയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരെ ആക്രമിക്കാൻ പുറപ്പെടുന്ന നില ശരിയായ നിലപാടല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു ഗൂഢാലോചന സംഘമുണ്ട്. KSEB അല്ലല്ലോ ഈ കണ്ടെത്തേണ്ടത്. അവരും കണ്ടെത്തണം. അതുപോലെ തന്നെ ആരൊക്കെ കണ്ടെത്തണോ. ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ടല്ലോ, ഇതിൻ്റെ എല്ലാം ചൂടിൽ വരും. ആ പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയാണ്. അദ്ദേഹത്തിൻ്റെ വാർഡിലായി ഈ സംഭവം നടക്കുന്നത്. അദ്ദേഹം സ്ഥാനാർത്ഥിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുമാണ്. എല്ലാം പരിശോധിക്കട്ടെ. അതെല്ലാം വെച്ചുകൊണ്ടിനെ ഞാൻ പറയുന്നത്. എല്ലാം പരിശോധിക്കട്ടെ. ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. അവർ പറയുന്നതാണ് നിങ്ങൾ ഗൗരവത്തിലെടുക്കേണ്ടത്. അവർ അപ്പോൾ തന്നെ അവിടെ എത്തുന്നു, അപ്പോൾ തന്നെ ഇടപെടുന്നു, ഇവിടെ വഴി തടയുന്നു, ഉൾപ്പെടെയുള്ള സമരങ്ങളും പ്രക്ഷോഭങ്ങളും ആരംഭിക്കുന്നു. ആ പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയവും ഗൂഢാലോചന എന്താ? ആ ഗൂഢാലോചനയാണ് അന്വേഷിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. അതന്വേഷിക്കണം. ഒരു സ്വാഭാവികമില്ല. നിങ്ങളാരും ഇതിന് അതാണ് ആ നാട്ടുകാർ ചോദിച്ച ചോദ്യം നിങ്ങൾ കേട്ടിട്ടില്ലേ വാർത്തയിൽ? അവർ ചോദിച്ചല്ലോ, ഇതിന് മുമ്പ് ഇവിടെ ഇങ്ങനെ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരൊറ്റൊരുത്തം തിരിഞ്ഞു നോക്കിയില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായി അതൊന്നല്ല കേട്ടോ. അത് സ്വാഭാവികമാണെന്ന് ദഹിക്കണ്ട. പരിശോധിക്കുന്നത് പറഞ്ഞല്ലോ. അല്ല, അത് ഉറപ്പല്ലേ? അത് മനസ്സിലായില്ലേ പറഞ്ഞാൽ? നിങ്ങൾ പത്രപ്രവർത്തനല്ലേ? അത് ഇത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫോൺ കോൾ മനസ്സിലാക്കുന്നതോടുകൂടി ആരൊക്കെയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ സംഭവം നടന്നിട്ടുള്ളത് എന്നുള്ളതിന് പകൽ വെളിച്ചം പോലെ മനസ്സിലാവൂലേ? അത് നിങ്ങൾക്ക് മനസ്സിലാവാതെ എന്താ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താ? ഈ ഫോണിൽ അദ്ദേഹം പല കോൺഗ്രസ് നേതാക്കളെയും ബന്ധപ്പെട്ടിട്ടുണ്ടാകുമെന്നല്ലേ? അങ്ങനെയാണ് നിങ്ങൾ ധരിക്കുന്നത് അല്ലേ? അങ്ങനെ ഞാൻ ധരിക്കുന്നു എന്ന് ഞാൻ പറയണം. പിന്നെന്താ? അതൊക്കെ സാമാന്യ ബുദ്ധികൾ എല്ലാവർക്കും അറിയുന്നല്ലേ. ഒരു ഫോൺ പരിശോധിക്കുന്നു എന്ന് വന്നാൽ ഒരു പ്രതിയെ കിട്ടി. പ്രതിയെ പോലീസ് നിശ്ചയിച്ചു കഴിഞ്ഞു. അയാളുടെ ഫോൺ പരിശോധിക്കുന്നത് പോലീസ് പറഞ്ഞു. അപ്പോൾ പോലീസ് പരിശോധിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തിനാണ് പരിശോധിക്കുന്നത്? ഫോൺ എന്തിനാ? ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യം അതിൻ്റെ അകത്തുണ്ടോ നോക്കാനല്ലേ. അത് പരിശോധിക്കണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതിലെന്താ ഇത്ര വലിയ പ്രശ്നമായിട്ട് നിങ്ങൾ ഉന്നയിച്ചത്? അതെ, പഞ്ചായത്ത് മെമ്പർ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ അയാളുടെ വാർഡാണ് ഇത് എന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. വെറുതെ ആവശ്യമില്ലാതെ പറയണ്ട. ഞാൻ ഇതെല്ലാം പരിശോധിക്കണം എന്നാണ് പറയുന്നത്. ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു അവസരം കിട്ടിയതുപോലെയുള്ള നിലപാട് സ്വീകരിക്കല്ല ചെയ്യുന്നത്. എന്തും ചെയ്യാൻ മടിയില്ലാത്ത സെറ്റാണ്. എന്തും ചെയ്യും. ഇനിയും ദിവസം അത്രയേ ഉള്ളൂ, 5 ദിവസമില്ല. എന്തും ചെയ്യും. ആ ചെയ്യുന്നതിൻ്റെ പട്ടികയിൽ ഇതും കൂടി എങ്ങനെ വരും എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. ആളാഭയപ്പെട്ടല്ലോ. ഇനി പിന്നെ പറയണ്ടേ? നിങ്ങൾ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ. പന്നിയെ പിടിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു വെടിവെക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റുമോ? ഇത് യഥാർത്ഥത്തിൽ ആർക്കും അപകടം പറ്റുമല്ലോ. അത് മനുഷ്യനും പറ്റിയല്ലോ. അതല്ലേ പറ്റിയത്? ഇപ്പോൾ അനന്തും അങ്ങനെയല്ലേ മരിച്ചത്. അപ്പോൾ ഇതുപോലുള്ള ക്രൂരമായ കുറ്റകൃത്യം തൻ്റെ വാർഡിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടും അതിൻ്റെ തുടർച്ചയുണ്ട് എന്ന് മനസ്സിലായിട്ടും ഇപ്പോൾ 24-ലാണ് ഞാൻ കണ്ടത്. അതിൻ്റെ വേണ്ടി വരുന്ന ഇനി അങ്ങോട്ടുള്ള പ്രധാനപ്പെട്ട സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഞാൻ കണ്ടു. ഈ കണ്ടില്ലെങ്കിൽ നിങ്ങൾ വേറെ ആരും ഞാൻ കണ്ടില്ല. 24 അത് കണ്ടു ഞാൻ. ഇത് കർഷകരുടെ പ്രശ്നമായിട്ട് യാതൊരു തരത്തിലും ബന്ധപ്പെട്ടതല്ല. ഇത് കർഷകരുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ടതേ അല്ല, ഫേസിങ്ങുമായി ബന്ധപ്പെട്ടതേ അല്ല. ഇത് കട്ട് വൈദ്യുതി എടുത്ത് അപകടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തിയിട്ടുള്ളതാണ്.
അത് പന്നീനെ പിടിക്കാനായിരിക്കും അവർ പറയുന്നത്. പന്നീനെ പിടിക്കുമ്പോൾ തന്നെയല്ലേ മനുഷ്യനെ പിടിച്ചത്. അപ്പോൾ അത് പന്നീനെ പിടിക്കാനാണെന്ന് മാത്രം പറയാൻ പറ്റുമോ? അപ്പോൾ ഈ സന്ദർഭത്തിൽ അത്തരത്തിലുള്ളൊരു സംഭവം നടത്തുന്നു. ഈ കുറച്ച് മുമ്പ് അവിടെ ഉണ്ടായി, ഇതേപോലെ തന്നെ ഉണ്ടായി. അത് നാട്ടുകാരെന്നെ പറഞ്ഞു. അന്ന് ഇവരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നും പറഞ്ഞു. ഇപ്പോൾ ഇത് ഈ രീതിയിലുള്ളൊരു സംഭവം നടക്കുന്നതോടുകൂടി തികച്ചും ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ്. ആ സംഭവത്തെ രാഷ്ട്രീയവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിലമ്പൂർ CPIM-ൻ്റെ PPM പോലെ തടയാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ സമീപനം എന്താ സ്വീകരിച്ചത്? അതിന് ചില ആളുകളുണ്ട്, ഇതിൻ്റെ പിന്നിൽ നടക്കുന്ന ചില ആളുകളുണ്ട്. അത് പുറത്ത് കൊണ്ടുവരുന്ന വേണം. പുറത്ത് കൊണ്ടുവരും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ പോകും.